ഹരി ഓം. എല്ലാ സജ്ജനങ്ങൾക്കും സസ്നേഹ പ്രണാമം. ഇന്ന് കുചേല ദിനമാണ്. നമ്മളുടെ ഭാഗവതം ക്ലാസ് ഇന്ന് ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധത്തിലെ 8-ാം അധ്യായത്തിലെ 20-ാമത്തെ ശ്ലോകം മുതലാണ് ഇന്ന് ആരംഭിക്കേണ്ടത്. നമ്മളുടെ ക്ലാസ് നയിക്കുന്നത് ഭാഗവതാചാര്യൻ ഡോക്ടർ പി.വി. വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. ക്ലാസ് നയിക്കുന്നതിന് സാറിനെ സ്നേഹാദരപൂർവം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ സാർ. സഹനാവവതു സഹനവ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം ബ്രവ്വദന്തമനുപേതമപേതകൃത്യം ദ്വൈവായനോ വിരഹകാതരയാ ജുഹാവ പുത്രേതി തന്മയതയാതരവോഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിവാഹദസ്മി. സമാദരണീയ രാജ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ചതുർത്ഥസ്കന്ധം 8-ാം അധ്യായം 20-ാമത്തെ ശ്ലോകം ആരംഭിക്കുന്നു. യസ്യാഘ്രിപത്മം പരിചര്യ വിശ്വം വിശ്വ വിഭാവനായാത്തഗുണാഭിപത്തേ അയോധ്യതിഷ്ഠദ്ഖരുപാരമേഷ്ഠ്യം പദം ഇതാത്മശ്വസനാഭിവന്ദ്യം. യസ്യ അഘ്രിപത്മം, യാതൊരു ഭഗവാന്റെ പാദാരവിന്ദങ്ങൾ പരിചര്യ പൂജിച്ചിട്ട് വിശ്വവിഭാവനായ വിശ്വത്തെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ആപ്തഗുണാഭിപത്തേഹേ സ്വീകരിച്ച ഗുണത്തോടു കൂടിയവനായ, ആപ്തമായ സ്വീകരിക്കപ്പെട്ട ഗുണങ്ങളുടെ അധിഷ്ഠാനത്തോടു കൂടിയവനായ ഗുണാഭിപത്തേഹേ അജോ ബ്രഹ്മാവ് അധ്യതിഷ്ഠഖരു സ്ഥിതി ചെയ്യുന്നു പാരമേഷ്ഠ്യം പദം ജിതാത്മശ്വസനാഭിവന്ദ്യം. പാരമേഷ്ഠ്യമായ പദത്തെ അധിവസിച്ചിരിക്കുന്നു. ഏറ്റവും ഉത്കൃഷ്ടമായ ആ പദത്തെ അധിവസിച്ചിരിക്കുന്നു എന്നുള്ളത് നിശ്ചയമാണ്. ബ്രഹ്മാവ് സൃഷ്ടിക്കാൻ ആവശ്യമായ ശക്തി ഭഗവത് പാദങ്ങളെ ഉപാസിച്ചത് കൊണ്ട് ലഭിച്ചതാണ്. ഭഗവാന്റെ ആ കാരുണ്യം കൊണ്ടാണ് ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിക്കാൻ ഉള്ള ഒരു കഴിവ് ബ്രഹ്മാവിനുണ്ടായത്. ആ ഭഗവാന്റെ പാദാരവിന്ദ ഭജനം വെറും നിസ്സാരന്മാർക്ക് സാധ്യവുമല്ല. മനസ്സിനെ അടക്കി, ഇന്ദ്രിയങ്ങളെ അടക്കി, പ്രാണങ്ങളെ അടക്കി അതിനു വേണ്ട യോഗം സ്വീകരിച്ച് ഭജിക്കുന്നവർക്ക് ആണ് ആ പാദപങ്കജം ആശ്രയമാകുന്നത്. അതുകൊണ്ടാണ് ബ്രഹ്മാവിന് പരമോത്കൃഷ്ടമായ പദവി സിദ്ധിച്ചതും ഭഗവാന്റെ പാദങ്ങളെ സേവിച്ചത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഹേ പുത്ര, നീയും ഭഗവത് പാദത്തെ സേവിച്ചുകൊള്ളൂ. എന്നാൽ മാത്രമേ ഉത്കൃഷ്ടമായ ഗതിയും ലക്ഷ്യസാധ്യവും നിനക്കുണ്ടാകുള്ളൂ എന്ന് ആ അമ്മ വിവേകപൂർവം മകന് ഉപദേശിച്ചു കൊടുത്തു. യസ്യാഘ്രിപത്മം പരിചിത്യ വിശ്വ വിഭാവനായാത്തഗുണാഭിപത്തേ അയോധ്യതിഷ്ഠദ്ഖരുപാരമേഷ്ഠ്യം പദം ജിതാത്മശ്വസനാഭിവന്ദ്യം. വിശ്വവിഭാവനായ ആപ്തഗുണാഭിപത്തേഹേ യസ്യ ജിതാത്മശ്വസനാഭിവന്ദ്യം അഘ്രിപത്മം പരിചര്യ അജഃ പാരമേഷ്ഠ്യം പദം അധ്യതിഷ്ഠത് ഖലു. യസ്യാഘ്രിപത്മം പരിചര്യ വിശ്വവിഭാവനായാത്തഗുണാഭിപത്തേ
അയോധ്യതിഷ്ഠദ്ഖരുപാരമേഷ്ഠ്യം പദം ജിതാത്മശ്വസനാഭിവന്ദ്യം യഭ്യാഘ്ര്യപത്മം പരിജിജ്യ വിശ്വ വിഭാവനായാത്ത ഗുണാഭിവത്തേ അയോധ്യതിഷ്ഠദ്ഖരുപാരമേഷ്ഠ്യം പദം ജിതാത്മശ്വസനാഭിവന്ദ്യം തഥാ മനുർവോ ഭഗവാൻ പിതാവഹോ യമേകമത്യാ പുരുദക്ഷിണൈർമഖൈ ഇഷ്ട്വാഭിപേദേ ദുരവാപവന്യതോ ഭൗമം സുഖം ദിവ്യപഥാപവർഗ്യം. തഥാ അങ്ങനെ തന്നെ മനുഹു ഓ നിങ്ങളുടെ ഭഗവാൻ പിതാമഹ ബ്രഹ്മാവ് ഭഗവത് പുത്രനായതുകൊണ്ടാണ് ഈ ഉത്കൃഷ്ടപദം ലഭിച്ചത്. അതുപോലെ എനിക്ക് കിട്ടുമോ, ഞാൻ ഭഗവാന്റെ പുത്രനല്ലല്ലോ എന്നാണെങ്കിൽ നിങ്ങളുടെ മുത്തച്ഛനായ മനുവിനും ഐശ്വര്യാദികളായ ഗുണങ്ങൾ സിദ്ധിച്ചതും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ്. മനുഹു വോ ഭഗവാൻ പിതാമഹ, പിതാമഹനായ മനു എന്ന ഭഗവാന് യം ഏകമത്യ, യാതൊരു ഭഗവാന് ഏകമതിയോടെ ഒറ്റബുദ്ധിയോടെ ഒരു ദക്ഷിണൈഹി മഖൈഹി, ധാരാളം ദക്ഷിണകൾ ചെയ്ത യജ്ഞങ്ങളെ കൊണ്ട്, ഒരു ധാരാളം ദക്ഷിണ കൊടുക്കൽ, മഖം യജ്ഞം ധാരാളം ദക്ഷിണകൾ നൽകിയുള്ള യജ്ഞങ്ങളാൽ ഇഷ്ട്വാ യജിച്ചിട്ട് യജ്ഞം ചെയ്തിട്ട് അഭിപേദേ പ്രാപിച്ചു, ദുരവാപം അന്യതോ മറ്റാർക്കും പ്രാപിക്കാൻ വിഷമമുള്ള, ദുരവാപമാ അവാപം പ്രാപിക്കുന്നത്, ദുരവാപം പ്രാപിക്കാൻ വിഷമമുള്ള, അന്യതോ ദുരവാം മറ്റുള്ളവർക്ക് പ്രാപിക്കാൻ വിഷമമുള്ള, ഭൗമം സുഖം ഭൂമിയിലുള്ള സുഖത്തെ, ദിവ്യം സ്വർഗത്തിലുള്ള സുഖത്തെയും, അഥാ അപവർഗ്യം ഒടുവിൽ മോക്ഷത്തെയും അഭിപേദേ പ്രാപിച്ചു. ഭഗവാൻ മനു ഉത്കൃഷ്ടമായ യജ്ഞങ്ങൾ ചെയ്ത് ഭഗവാനെ പൂജിച്ചത് കൊണ്ടാണ് ഒരു മന്വന്തരാധിപത്യം എന്ന ഈ ലോകത്തിൻ്റെ ഉത്കൃഷ്ടമായ ഭൂമിയിലെ സ്ഥാനവും, അതിനുശേഷം സ്വർഗസുഖവും, അതിനുശേഷം മോക്ഷവും ലഭിച്ചത് ആ ഭഗവത് പാദത്തെ സേവിച്ചത് കൊണ്ടാണ്. നിനക്കും അതിനുള്ള യോഗ്യതയുണ്ട്. നിന്റെ മുത്തച്ഛനാണ് ഈ മനു, അതുകൊണ്ട് ബ്രഹ്മാവിനെ പോലെ തന്നെ നിനക്കും അതിന് യോഗ്യതയുണ്ട്. ഒരു കുഞ്ഞു മനസ്സിനെ ഭഗവത് പാദങ്ങളിലേക്ക് തിരിച്ചുവിടാൻ ഈ അമ്മ എന്തുമാത്രം ശ്രമിക്കുന്നു. ഇതാണ് ഭാരതീയമായ മാതൃത്വത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ ബലം. സ്വന്തം മക്കളെ ആവശ്യമെന്ന സന്ദർഭത്തിൽ ഉപദേശിച്ചു. ചുമ്മാതെ വെച്ചത് ഉപദേശിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ അതിനുള്ളൊരു സന്ദർഭമല്ല. അച്ഛനെ മഴയിൽ കയറിയിരിക്കാൻ പറ്റിയില്ല എന്നുള്ള ആഗ്രഹം സാധിക്കാനാവാതെ വിങ്ങിപ്പൊട്ടിക്കരയുന്ന നിരവലംബമായൊരവസ്ഥ ജീവിതത്തിൽ വരുമ്പോൾ ഉപദേശിച്ചു കൊടുക്കണം. അപ്പോഴേ ഉപദേശം കേൾക്കുള്ളൂ, അല്ലെങ്കിൽ ഒന്നും ചെവിക്കൊള്ളുകയില്ല. സുഖമായിരിക്കുമ്പോൾ അമ്മ മകനെ വിളിച്ച് ഇങ്ങനെ കുറേ ഉപദേശം പറഞ്ഞാൽ കേൾക്കുകയില്ല, കേട്ടാലും ഉള്ളിലെത്തുകയില്ല. ഇത് ആവശ്യമായി വന്നു. അതുകൊണ്ട് ഉപദേശിക്കുന്നവരെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ഉപദേശം എപ്പോഴാണോ ആവശ്യമെന്ന് തോന്നുന്നത് ആ സമയത്തെ ഉപദേശിക്കാവൂ, അല്ലാത്തപ്പോൾ ഉപദേശിക്കരുത്. അതുകൊണ്ടാണ് ഈ അമ്മ നല്ല സന്ദർഭം കിട്ടിയപ്പോൾ മകനെ ഈശ്വര സേവയുടെ ആവശ്യകത ഏറ്റവും ഉത്കൃഷ്ടനായ ബ്രഹ്മാവ് സാധിച്ചതുപോലെ, അത് ബ്രഹ്മാവല്ലേ ഞാനിവിടെ ഇരിക്കുന്നു എന്നാണെങ്കിൽ നിനക്കും പറ്റും, നിന്റെ മുത്തശ്ശനും ഇതന്നെ നേടിയ ആളാണ് എന്നിങ്ങനെ ആ കുഞ്ഞു മനസ്സിലെ ഉണ്ടാകാവുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ആ അമ്മ ഉപദേശം പൂർത്തീകരിക്കാം. തഥാ മനുർവോ ഭഗവാൻ പിതാമഹോ
യമേകമത്യാ പുരുദക്ഷിണേ മഖൈഃ ഇഷ്ട്വാഭിപേദേ ദുരവാപമന്യതോ ഭൗമം സുഖം ദിവ്യമഥാപവർഗ്യം. തഥാ വ പിതാമഹഃ ഭഗവാൻ മനുഃ ഏകമത്യാം പുരുദക്ഷിണൈഃ മഖൈഃ യം ഇഷ്ട്വാ അന്യതഃ ദുരവാപം ഭൗമം ദിവ്യം സുഖം അഥ ആപവർഗ്യം സുഖം അഭിപേദേ. തഥാ മനുർവോ ഭഗവാൻ പിതാമഹോ യമേകമത്യാ പുരുദക്ഷിണേർമഖൈഃ ഇഷ്ട്വാഭിപേദേ ദുരവാപമന്യതോ ഭൗമം സുഖം ദിവ്യമഥാപവർഗ്യം. തഥാ മനുർവോ ഭഗവാൻ പിതാമഹോ യമേകമത്യാ പുരുദക്ഷിണേർമഖൈഃ ഇഷ്ട്വാഭിപേദേ ദുരവാപമന്യതോ ഭൗമം സുഖം ദിവ്യമഥാപവർഗ്യം. തമേവ വൽഫാശ്രയഭൃത്യവത്ഫലം മുമുക്ഷുഭിർ മൃഗ്യപദബ്ജപദ്ധതിം അനന്യഭാവേ നിജധർമ്മഭാവിതേ മനസ്യവസ്ഥാപ്യഭജസ്വ പൂരുഷം. തം ഏവ അവനെ തന്നെ വത്സ ആശ്രയ. വത്സ എന്നുള്ള സംബോധനയാണ്. ഹേ കുഞ്ഞെ, തം ഏവ ആശ്രയ, അവനെ തന്നെ ആശ്രയിക്കും. ആരെ? ഭൃത്യവത്സലം, ഭൃത്യന്മാരോട് വാത്സല്യമുള്ള, തന്നെ ആശ്രയിക്കുന്നവരോട് വാത്സല്യമുള്ള ആ ഭഗവാനെ തന്നെ ഭജിച്ചു കൊടുക്കും. അപ്പോൾ മുത്തശ്ശനോട് തോന്നിയ പോലെ എന്നോട് തോന്നണം എന്നുണ്ടോ എന്നാണെങ്കിൽ ആ ഭഗവാന്റെ പാദപത്മത്തെ ആര് ഭജിച്ചാലും ഭൃത്യവത്സലനായ ഭഗവാൻ അവരുടെ മേൽ പ്രസാദിക്കുക തന്നെ ചെയ്യും. മുമുക്ഷുഭിഹി, മോക്ഷം ആഗ്രഹിക്കുന്നവരാൽ മൃഗ്യപദാബ്ജപദ്ധതി, മൃഗ്യം അന്വേഷിക്കേണ്ട പദാബ്ജമാകുന്ന പാദപത്മങ്ങളാകുന്ന പദ്ധതി വഴി മുമുക്ഷുഭിഹി, മുമുക്ഷുക്കളാൽ അന്വേഷിക്കുന്ന ഭഗവത് പാദപങ്കജം. മുമുക്ഷുഭൃ മൃഗ്യപദാബ്ജപദ്ധതി. ചേർന്ന ക്ലാസ്സിലാണല്ലോ, കഴിഞ്ഞ് വിളിച്ചാൽ മതിയോ? ഞാൻ ക്ലാസ്സിലാണ്, കഴിഞ്ഞ് വിളിച്ചാൽ മതിയോ? മുമുക്ഷുഭൃമൃഗ്യപദാബ്ജപദ്ധതി. മോക്ഷമാഗ്രഹിക്കുന്നവർ അന്വേഷിക്കുന്ന പദാബ്ജമെന്ന ഈ പദ്ധതി, ഈ മാർഗത്തെ അനന്യഭാവേ, മറ്റൊരു ഭാവവും ഇല്ലാതെ നിജധർമ്മഭാവിതേ, തൻ്റെ ധർമ്മം കൊണ്ട് ഭാവിക്കപ്പെടുന്ന മനസ്സിൽ അവസ്ഥാപ്യ, ഉറപ്പിച്ചിട്ട് പുരുഷം ഭജസ്വ, ആ പരമപുരുഷനെ തന്നെ ഭജിച്ചുകൊള്ളൂ. ഇതാണ് നേടാനുള്ളത്. നിനക്കും അനായാസമായി ഇക്കാര്യം സാധിക്കാൻ പറ്റും. ആര് സേവിച്ചാലും ഭഗവാന് ഭേദകൃത്യങ്ങളില്ല. അവരുടെ അഭീഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കൽ ഭഗവത് സ്വഭാവമാണ്. അതുകൊണ്ട് മോക്ഷത്തിനാഗ്രഹിക്കുന്നവരും ഭഗവാന്റെ പാദപത്മത്തെ തന്നെ ആശ്രയിച്ചാൽ എങ്ങനെയാണ് ഭജിക്കേണ്ടതെന്ന് പറയാം. മറ്റൊന്നിലും വിചാരം ഉണ്ടാവാതെ മനസ്സിനെ യമനിയമാദികളായ വ്രതങ്ങൾ അഭ്യസിപ്പിച്ച് ചാഞ്ചല്യമില്ലാത്ത മനസ്സ് മാലിന്യമകന്ന് ഭഗവത് പാദങ്ങളിലേക്ക് ചേരാൻ പാകമാകുമ്പോൾ ആ മനസ്സിൽ ഭഗവത് സ്വരൂപത്തെ ധ്യാനിച്ച് അതിൽ ശരണം പ്രാപിക്കണം.
അങ്ങനെ ആണെങ്കിൽ മാത്രമേ ഈ ശുദ്ധാവസ്ഥയിൽ മാത്രമേ ഭഗവത് ചിന്ത ഉണ്ടാവുള്ളൂ. ഇതാണ് മനസ്സിന്റെ സ്വഭാവം. അതുകൊണ്ട് പരിപക്വമായ ഒരു മാർഗം ഇതാണെന്ന് സുനീതി ഭംഗിയായിട്ട് ബോധ്യപ്പെടുത്തി ഭഗവാന്റെ പാദപങ്കജത്തെ ഭജിച്ചു കുസു. തമേവ വത്സാശ്രയഭൃത്യവത്സലം മുമുക്ഷുഭർമർഗ്യപദാബ്ജവദ്ധതിം അനന്യഭാവേ നിജധർമ്മഭാവിരേ മനസ്യവസ്ഥാപ്യ ഭജസ്വ പൂരുഷം. വത്സ ഭൃത്യവത്സലം മുമുക്ഷുഭിഃ മൃഗ്യപദാബ്ജവദ്ധതിം തം ഏവ ആശ്രയ. അനന്യഭാവം നിജധർമ്മഭാവിതേ മനസി അവസ്ഥാപ്യ പൂരുഷം ഭജസ്വ. തമേവ വത്സാശ്രയഭൃത്യവത്സലം മുമുക്ഷുഭിർമൃഗ്യപദാബ്ജവദ്ധതിം അനന്യഭാവേ നിജധർമ്മഭാവിതേ മനസ്യവസ്ഥാപ്യ ഭജസ്വ പൂരുഷം. തമേവ വത്സാശ്രയഭൃത്യവത്സലം മുമുക്ഷുഭിർമൃഗ്യപദാബ്ജവദ്ധതിം അനന്യഭാവേ നിജധർമ്മഭാവിതേ മനസ്യവസ്ഥാപ്യ ഭജസ്വ പൂരുഷം. നാന്യം തത പത്മപലാശലോചനാത് ദുഃഖച്ഛിദം തേ മൃഗയാമി കഞ്ചന യോ മർഗ്യതേ ഹസ്തഗൃഹീതപത്നയാം ശ്രിയേതരൈരംഗവിമർഗ്യമാണയാം. ന അന്യം, മറ്റൊന്നുമില്ല. തതഃ, അതുകൊണ്ട് പത്മപലാശലോചനാത്, താമരദളം പോലെ മനോഹരമായ കണ്ണുകളോടുകൂടിയ ആ ഭഗവാനിൽ നിന്നും പത്മപലാശലോചനാത് തതഃ അന്യം. മറ്റൊരു വഴിയുമില്ല ദുഃഖത്തെ മോചിപ്പിക്കാൻ. ദുഃഖച്ഛിദം, നിന്റെ ഇപ്പോഴത്തെ ദുഃഖത്തെ ഛേദിച്ച് കളയാൻ ആ താമരക്കണ്ണനായ ഭഗവാനെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ടും സാധിക്കില്ല. കൊണ്ട് മൃഗയാമി കഞ്ചന, ഏതെങ്കിലും തരത്തിൽ മൃഗയാമി, തിരഞ്ഞിട്ടും അന്വേഷിച്ചിട്ടും അത് കണ്ടെത്താൻ പറ്റുന്നതല്ല. ഈ ഒരൊറ്റ വഴി കൂടി മാത്രമേ പറ്റത്തുള്ളൂ. യോ മർഗ്യതേ, ആരാണോ അന്വേഷിക്കുന്നത്? ഹസ്തഗൃഹീത പത്മയാ, കയ്യിൽ പിടിച്ചിരിക്കുന്ന താമരയോട് കൂടിയ ശ്രിയേതരൈഹി അംഗവിമൃഗ്യമാണയാം, കയ്യിൽ പിടിച്ചിരിക്കുന്ന താമരപ്പൂവോട് കൂടിയവളായ ശ്രിയാ, ലക്ഷ്മിയാൽ, ഇതരൈഹി, അന്യദേവന്മാരാൽ, വിമൃഗ്യമാണയ, അന്വേഷിക്കപ്പെടുന്ന താമരപ്പൂവോട് കൂടിയ ലക്ഷ്മിയാലും യാതൊരുവനെ അന്വേഷിക്കപ്പെടുന്നുവോ ആ ഭഗവാൻ അല്ലാതെ ദുഃഖത്തെ മാറ്റിക്കളയാൻ മറ്റാരും ഉണ്ടാവില്ല. നിന്റെ ഇപ്പോഴത്തെ സങ്കടം മാറണമെങ്കിൽ ഇതേ ഉള്ളൂ വഴി. ആ പ്രായത്തിൽ അമ്മ പറയുന്നതാണ് പ്രമാണം. മറ്റാര് പറയുന്നതിനേക്കാൾ കൂടുതലും അമ്മയാണ്. കുറച്ച് കഴിഞ്ഞ് സ്കൂളിൽ പോയി തുടങ്ങിയാൽ പിന്നെ ടീച്ചർ പറയുന്നതാണ് പ്രമാണം, അമ്മയല്ല. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ധ്രുവനെ സംബന്ധിച്ച് അമ്മ പറയുന്നതാണ് പ്രമാണം. അതുകൊണ്ട് സർവോത്തമനായ ആ ഭഗവാനെ തന്നെ ഭജിച്ചുള്ളൂ, ദുഃഖശാന്തിക്ക് ഇതേയുള്ളൂ വഴി എന്നിങ്ങനെ സതുപദേശങ്ങൾ ചെയ്ത ഒരു മഹത്തായ മാതൃസ്ഥാനത്തിന് അർഹയാണ് സുനീതി എന്ന് ഇവിടെ ഉറപ്പിച്ച് സ്ഥാപിക്കുകയാണ്. സങ്കടവും വിഷമമൊക്കെ ധാരാളമുണ്ടെങ്കിലും ഇനി വേണ്ട തൻ്റെ പുത്രൻ്റെ ദുഃഖത്തെ മാറ്റിക്കളയുക, അതൊരു അമ്മയുടെ കടമയാണ്. അതിനുവേണ്ടി അമ്മ എന്നല്ല സുരുചി അമ്മ പറഞ്ഞു പോകുക തന്നെയാണല്ലോ.
രണ്ടുകൊണ്ടും നിനക്ക് ഏക ആശ്രയം ഭഗവത് പാദങ്ങൾ തന്നെയാണ്. നിരന്തരമായും ഭജിച്ചുള്ളൂ. ഇപ്പോഴത്തെ ദുഃഖത്തിൽ നിവൃത്തി ഭഗവാൻ ഉണ്ടാക്കിത്തരും. നാന്യം തത പത്മബലാസലോചനാത് ദുഃഖച്ഛിതം തേ മൃഗയാമി കഞ്ചന യോ മർഗ്യദേഹപ്തഗൃഹീതവത്മയാം ശ്രിയേതരൈരംഗവിമൃഗ്യമാണയാം. ഹേ അംഗ, പത്മബലാസലോചനാത് തതഃ അന്യം കഞ്ചന തേ ദുഃഖച്ഛിതം ന മൃഗയാമി ഇതരൈഃ വിമൃഗ്യമാണയാ ഹസ്തഗൃഹീതപത്നയാ ശ്രിയാ യഃ മൃഗ്യത്തെ. നാന്യം തതഃ പത്മബലാസലോചനാത് ദുഃഖച്ഛിതം തേ മൃഗയാമി കഞ്ചന യോ മർഗ്യത്തെ ഹസ്തഗൃഹീതപത്നയാ ശ്രിയേതരൈരംഗവിമൃഗ്യമാണയാം. നാന്യം തതഃ പത്മബലാസലോചനാത് ദുഃഖച്ഛിതം തേ മൃഗയാമി കഞ്ചന യോ മർഗ്യത്തെ ഹസ്തഗൃഹീതപത്നയാ ശ്രിയേതരൈരംഗവിമൃഗ്യമാണയാം. ഇത്രയും പറഞ്ഞ മാതാവ് ഉപസംഹരിപ്പിച്ചപ്പോൾ മൈത്രേയൻ ബാക്കി കഥ പറയുകയാണ്. ഏവം സങ്കൽപ്പിതം മാതുരാകർണ്യർത്ഥാഗമം വചാം പന്യമ്യാത്മ്യ ആത്മന ആത്മാനം നിശ്ചക്രാമപിതു പുരാത്. ഏവം ഇങ്ങനെ സങ്കൽപ്പിതം പറയപ്പെട്ട മാതുഹു ആകർണ്യ അമ്മയുടെ ആകർണ്യ കേട്ടിട്ട് അർത്ഥാഗമം വച കാര്യം സാധിക്കാനുള്ള വാക്കുകൾ, അർത്ഥം ച കാര്യം അത് ആഗമിപ്പിക്കാൻ കൊണ്ടുവരാനുള്ള വചഹ അമ്മ പറഞ്ഞ കാര്യസാധ്യത്തിന് ഉപകരിക്കുന്ന വാക്ക് അത് കേട്ടിട്ട് സന്നിയമ്യ ആത്മന ആത്മാന ബുദ്ധി കൊണ്ട് ആത്മാവിനെ അടക്കിയിട്ട്, പന്നിയമ്യ അടക്കിയിട്ട് ആത്മന, ഇവിടെ ആത്മശബ്ദത്തിന് ബുദ്ധി എന്നർത്ഥം എടുക്കണം. ആത്മാനം സന്നിയമ്യ തന്നെ അടക്കിയിട്ട് പിതുഹു പുരാത് അച്ഛൻ്റെ കൊട്ടാരത്തിൽ നിന്നും നിശ്ചക്രാമ പുറത്തേക്ക് പോയി, ഇറങ്ങിപ്പോയി, പുറപ്പെട്ടു പോയി. ഏവം സങ്കൽപ്പിതം മാതുരാകർണ്യർത്ഥാഗമം വചാം സന്നിയമ്യാത്മനാത്മാനം നിശ്ചക്രാമപിതു പുരാ. ഏവം അർത്ഥാഗമം മാതുഹു സങ്കൽപ്പിതം വചഃ ആകർണ്യ ആത്മന ആത്മാനം സന്നിയമ്യ പിതു പുരാത് നിശ്ചക്രാമ. ഏവം സങ്കൽപ്പിതം മാതുരാകർണ്യർത്ഥാഗമം വചാം സന്നിയമ്യാത്മനാത്മാനം നിശ്ചക്രാമപിതു പുരാത്. ഏവം സങ്കൽപ്പിതം മാതുരാകർണ്യർത്ഥാഗമം വചാം സന്നിയമ്യാത്മനാത്മാനം നിശ്ചക്രാമപിതു പുരാത്. നാരദസ്തദുപാകർണ്യ ജ്ഞാത്വാ തസ്യ ജിഗീർഷിതം സ്പൃഷ്ട്വാ മൂർധ്യന്നഖഘ്നേന പാണിനാ പ്രാഹവിസ്മിതം. നാരദ തദുപാകർണ്യ, ഈ അമ്മയുടെ ഉപദേശങ്ങൾ കേട്ടിട്ട്, നാരദ തത് ഉപാകർണ്യ, നാരദൻ ഇത് കേട്ടിട്ട്, തസ്യ ചികീർഷിതം ജ്ഞാത്വ, അവൻ്റെ ചികീർഷിതം ചെയ്യാനുള്ള ആഗ്രഹം, കർത്തുമിച്ഛയാണ് ചികീർഷ, ആ ചികീർഷതത്തെ ജ്ഞാത്വ അറിഞ്ഞിട്ട്. അപ്പൊ നാരദൻ ഈ അമ്മ ചെയ്ത ഉപദേശത്തെ അവിടെ നിന്ന് കേട്ടു, അല്ലെങ്കിൽ അറിഞ്ഞു. ധ്രുവന്റെ ഭാവത്തെയും അറിഞ്ഞു. എന്നിട്ട് സ്പൃഷ്ട്വാ മൂർധനി, മൂർധാവിൽ സ്പർശിച്ചിട്ട്, അഖഘ്നേന പാണിന, പാപത്തെ നശിപ്പിക്കുന്ന കയ്യുകൊണ്ട്, അഖം പാപം, അഖഘ്നം പാപത്തെ നശിപ്പിക്കുന്ന
പാണിന കയ്യുകൊണ്ട് വിസ്മിതപ്രാഹ അത്ഭുതത്തോടെ പറഞ്ഞു പോകുന്നത്. ഭഗവാൻ ശ്രീനാരദ മുനി തൻ്റെ ആസ്ഥാനത്തു നിന്നും പുറപ്പെട്ട് ധ്രുവന്റെ സമീപത്തിൽ വന്ന് എല്ലാ പാവങ്ങളും തീർക്കാൻ പാകത്തിനുള്ള തൻ്റെ കൈ കൊണ്ട് ധ്രുവന്റെ ശിരസിൽ കൈവച്ച് അനുഗ്രഹിച്ച് വിസ്മയത്തോടെ, ആശ്ചര്യത്തോടെ, അത്ഭുതത്തോടെ ഇങ്ങനെ പറഞ്ഞു. നാരദസ്തതുപാകർണ്യം ജ്ഞാത്വാദഭ്യജഗർഷിതം പൃഷ്ട്വാ മൂർധന്യഖഘ്നേന പാണിനാ പ്രാഹ വിസ്മിതം. നാരദഃ തതുപാകർണ്യ തസ്യ ചികീർഷിതം ജ്ഞാത്വാ വിസ്മിതഃ അഖഘ്നേന പാണിനാ മൂർധനി പ്രാഹ. മൂർധനി സ്പൃഷ്ട്വാ തദ്പ്രാഹ. നാരദസ്തതുപാകർണ്യം ജ്ഞാത്വാ തസ്യ ചികീർഷിതം പൃഷ്ട്വാ മൂർധന്യഖഘ്നേന പാണിനാ പ്രാഹ വിസ്മിതം. നാരദസ്തതുപാകർണ്യ ജ്ഞാത്വാ തസ്യ ചികീർഷിതം പൃഷ്ട്വാ മൂർധന്യഖഘ്നേന പാണിനാ പ്രാഹ വിസ്മിതം. അഹോ തേജക്ഷത്രിയാണം മാനഭംഗമമർഷ്യതാം ബാലോപ്യം ഹൃദാ ധത്തെ യത് സമാതുര അസദ്വച. അഹോ ആശ്ചര്യം തന്നെ. ക്ഷത്രിയാണാം തേജ, ക്ഷത്രിയന്മാരുടെ തേജസ് അത്ഭുതമാണ്. മാനഭംഗം അമർഷ്യത, മാനഭംഗത്തെ സഹിക്കാത്തവരാണ് ക്ഷത്രിയൻ. മാനഭംഗം അമർഷ്യത, സഹിക്കാത്തവരായ ക്ഷത്രിയന്മാരുടെ തേജസ് അത്ഭുതമാണ്. ബാലോപി അയം, കുട്ടിയായിട്ട് പോലും ഇവൻ ക്ഷത്രിയനാണ്. പക്ഷേ ക്ഷത്രിയന്റെ ബലം മുഴുവനായിട്ടില്ല, കുട്ടിയായിട്ടുള്ളൂ. അവൻ ഹൃദാർത്ഥത്തെ, ഹൃദയം കൊണ്ട്, മനസ്സുകൊണ്ട് ധരിക്കുന്നു. എന്ത്? ഫമാതുഹു അസദ്വച, രണ്ടാനമ്മയുടെ അസത്തായ വാക്കുകൾ അങ്ങനെ മനസ്സിൽ ധരിച്ചുകൊണ്ട് നടക്കാൻ. ക്ഷാത്രധർമ്മത്തിൻ്റെ സ്വഭാവമാണ്, വിട്ടുകളയാൻ പറ്റില്ല. അതിങ്ങനെ അലയൊലി കൊള്ളുകയാണ്. എൻ്റെ ഗർഭത്തിൽ ജനിച്ചെങ്കിൽ മാത്രമേ ഈ പിതാവിനെ മടിയിൽ കയറിയിരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള ആ വാക്കുകൾ അങ്ങനെ തികട്ടി തികട്ടി അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ കുട്ടിയെ. അഹോ തേജക്ഷത്രിയാണം മാനഭംഗമർഷ്യതാം ബാലോപ്യം ഹൃദാധത്തെ യത് സമാതുരസദ്വജാം. മാനഭംഗം അമർഷ്യതാം ക്ഷത്രിയാണാം തേജ അഹോ അയം ബാലഃ അപി സ്വമാതുഃ അസദ്വചഃ ഹൃദാധത്തെ. അഹോ തേജക്ഷത്രിയാണാം മാനഭംഗമർഷ്യതാം ബാലോപ്യം ഹൃദാധത്തെ യത് സ്വമാതുരസദ്വജാം. അഹോ തേജക്ഷത്രിയാണാം മാനഭംഗമർഷ്യതാം ബാലോപ്യം ഹൃദാധത്തെ യത് സ്വമാതുരസദ്വജാം. നാരദ ഉവാച. ഇത്രയും മനസ്സിലാക്കിയിട്ട് ഇനി നാരദൻ അവനോട് പറയാം. നാധുനാപ്യപമാനം തേ സമ്മാനം ഭാവിപുത്രകാം ലക്ഷയാമ കുമാരസ്യ സക്തസ്യ ക്രീഡനാദിഷു. ന അധുനാപി അവമാനം തേ സമ്മാനം ഭാവി പുത്രക. ഹേ പുത്രക, പുത്രക എന്ന് വെച്ചാൽ കുട്ടികളിൽ വെച്ച് ഏറ്റവും ചെറിയവൻ. അതുകൊണ്ടാണ് പുത്രകൻ, പുത്രൻ, പുത്രകൻ, ബാലൻ, ബാലകൻ, കുമാരൻ, കുമാരകൻ എന്നൊക്കെ ഉള്ളത് ക എന്ന പ്രത്യയം ചേരുമ്പോൾ ഉള്ളതിൽ ചെറുത് എന്ന് കിട്ടും. ഹേ പുത്രന്മാരിൽ വെച്ച് ഇളയവനായ കുഞ്ഞെ, ന അധുനാപി അവമാനം തേ സമ്മാനം ഭാവി. അപമാനമാകട്ടെ സമ്മാനമാകട്ടെ തേ നിനക്ക് അധുനാപി ഇപ്പോൾ തന്നെ ന ലക്ഷയാമ കാണുന്നില്ല. കുമാരസ്യ ഭക്തസ്യ ക്രീഡനാദിഷു, കളികളിൽ ആസക്തനായിരിക്കുന്ന ഈ കുമാരനെ
ഈ പ്രായത്തിൽ സമ്മാനമോ അപമാനമോ വേർതിരിച്ചറിയാൻ ഇത്തിരി വിഷമമുള്ള പ്രായമാണ്. അതുകൊണ്ട് ഇത് നിനക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം കളിക്കോപ്പ് കൊണ്ട് കളിക്കുന്ന പ്രായമേ ആയിട്ടുള്ളൂ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ബഹുമാനിച്ചാലോ ആദരിച്ചാലോ കളിയാക്കിയാലോ ഇതാക്കിയാലോ ഒന്നും ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മയുടെ ഈ അപമാനം നീ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നാഥുനാപ്യപമാനം ദേവമാനം ഭാവിപത്രകാം ലക്ഷയാമകുമാരഫക്തക്രീഡനാദിഷു പുത്രകാം ക്രീഡനാദിഷു ഫക്തഫ്യ കുമാരഫ്യത്തെ അധുനാപി അവമാനം വാ സമ്മാനം വാ ന ലക്ഷയാമ. നാഥുനാപ്യപമാനം ദേവമാനം ഭാവിപത്രകാം ലക്ഷയാമകുമാരഫ്യഫക്തഫ്യ ക്രീഡനാദിഷു നാഥുനാപ്യപമാനം ദേവം മാനം ഭാവിപത്രകാം ലക്ഷയാമകുമാരഫ്യഫക്തഫ്യ ക്രീഡനാദിഷു വികൽപ്പേ വിദ്യമാനേപി നഹ്യഃ സന്തോഷഹേതവാം പുംസോ മോഹമൃതേ ഭിന്ന യല്ലോകേ നിജകർമ്മഭി. വികൽപ്പേ വിദ്യമാനേപി വികൽപ്പമുണ്ടെങ്കിലും നഹി അസന്തോഷഹേതവ അസന്തോഷത്തിൻ്റെ കാരണങ്ങൾ പുംസു മനുഷ്യർക്ക് മോഹം ഋതേ മോഹമല്ലാതെ ഭിന്ന വേറിട്ട് എൽ ലോകേ എന്തുകൊണ്ടെന്നാൽ ലോകത്തിൽ നിജകർമ്മഭി സ്വന്തം കർമ്മങ്ങൾ കൊണ്ടാണ് സുഖദുഃഖങ്ങൾക്ക് കാരണം ഉണ്ടാകുന്നത്. എന്തിനാണ് ക്രീഡനാസക്തനായ ബാലകൻ എന്ന് മാത്രം ഇപ്പം പറയാൻ കാരണം എന്നാണെങ്കിൽ, ഈ ഭേദം നിനക്ക് അനുഭവിക്കാൻ ആയിട്ടില്ല എന്ന് പറയാൻ കാരണം ശരിയായ ബോധമില്ലാത്തത് കൊണ്ടാണ് അവമാനത്തെക്കുറിച്ച് അങ്ങനെ അറിയാൻ കാരണം. ലോകത്തിൽ ഓരോരുത്തർക്കും സന്തോഷമുണ്ടാകും, അവമാനമുണ്ടാകും. അത് മറ്റാരിൽ നിന്നും അല്ല എന്നുമ്പേ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അവരവരുടെ ജന്മാന്തരമായ കർമ്മങ്ങളുടെ പരിഭാഗം കൊണ്ടാണ്. അല്ലാതെ വേറൊരാളല്ല നിനക്ക് സന്താപം ഉണ്ടാക്കുന്നത്, വേറൊരാളല്ല നിനക്ക് സന്തോഷം ഉണ്ടാക്കുന്നത്. തന്നെത്താൻ കണ്ടുപിടിക്കലാണ് ഇത് രണ്ടും. ആരും ആരെയും ഉപദ്രവിക്കാനോ വിഷമിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ കഴിയില്ല. അതിന് ശ്രമിച്ചാൽ ഞാനതിന് തയ്യാറല്ലെങ്കിലോ? നിങ്ങൾ എത്ര വേണേ എന്നെ ദുഃഖിപ്പിച്ചുള്ളൂ, ഞാൻ ദുഃഖിക്കാൻ അവിടെ തയ്യാറല്ലെങ്കിൽ എന്താ വിശേഷം? നിങ്ങൾ എത്ര സന്തോഷിപ്പിച്ചോളൂ, ഞാൻ സന്തോഷിക്കാനും തയ്യാറല്ല. ഇത് രണ്ടും നിശ്ചയിക്കുന്നത് എൻ്റെ ദൃഢമായ മനസ്സാണ്. അതുകൊണ്ട് ആർക്കും ആരെയും സന്തോഷിപ്പിക്കാനോ അപമാനിക്കാനോ വാസ്തവത്തിൽ സാധ്യമല്ല. എന്താണ്? അസന്തോഷഹേതുക്കൾ മോഹമല്ലാതെ ലോകത്തിൽ ഭിന്നമായി ഒന്നും തന്നെയില്ല. അതിന് കാരണം മോഹം മാത്രമാണ്, ആഗ്രഹങ്ങൾ മാത്രമാണ് ഇതിന് കാരണമായിത്തീരുന്നത്. അല്ലാതെ മറ്റാരെയും അതിനുവേണ്ടി പഴി പറയേണ്ട ആവശ്യമില്ല. വികൽപ്പേ വിദ്യമാനേ വീരഹ്യ സന്തോഷഹേതവാം പുംസോ മോഹമൃതേ ഭിന്ന യല്ലോകേ നിജകർമ്മഭീം. വികൽപ്പേ വിദ്യമാനേപി പുംസഃ അസന്തോഷഹേതവഃ മോഹം ഹൃദേ ഭിന്നാ നഹി യത് ലോകേ നിജകർമ്മഭിഃ സുഖദുഃഖഹേതവഃ ഭവന്തി. വികൽപ്പേ വിദ്യമാനേപി നഹ്യസന്തോഷഹേതവാം പുംസോ മോഹമൃതേ ഭിന്ന യല്ലോകേ നിജകർമ്മഭീം. വികൽപ്പേ വിദ്യമാനേപി നഹ്യസന്തോഷഹേതവാം
പുംസോ മോഹമൃതേ ഭിന്ന യല്ലോകേ നിജകർമ്മഭീം പരിദുഷ്യത്തതസ്താദം താവന്മാത്രേണ പൂരുഷാം ദൈവോപസാദിതം യാവത് ഈക്ഷ്യേശ്വരഗതിം ബുധാം. പരിദുഷ്യേത് തതഃ താത, ഹേ കുഞ്ഞെ, പരിതുഷ്യേത് സന്തോഷിക്കുന്നു, പരിതോഷവാനായിട്ട് ഇരിക്കണം. താവൻ മാത്രേണ പുരുഷ, താവൻ മാത്രേണ അത്രയും കൊണ്ട് തന്നെ, പൂരുഷ പുരുഷൻ അത്രയും കൊണ്ട് തന്നെ എപ്പോഴും സന്തോഷമുള്ളവനായിരിക്കണം മനുഷ്യൻ. ദൈവോപസാദിതം, വിധിയാൽ വന്നു ചേരുന്നത്, ഈശ്വരൻ തരുന്നത്, യാവത് യാതെന്നാണോ അത്, ഈക്ഷ്യ കണ്ടിട്ട്, ഈശ്വരഗതിം ബുധ, ഇത് ഈശ്വരഗതിയാണെന്ന് ബുധന്മാർ വിചാരിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അവരവരുടെ പ്രാരബ്ധമായ കർമ്മഫലത്തെയാണ് വിധിയായിട്ട് നമ്മൾ അനുഭവിക്കുന്നത്. അത് അറിവുള്ള പുരുഷൻ ഇത് തിരിച്ചറിയുകയും ചെയ്യണം. പരിതുഷ്യൻ സംതൃപ്തനായിക്കോളൂ, താവൻ മാത്രേണ അത്രയും കൊണ്ട്, ദൈവോപസാദിതം യാവത് ഈക്ഷ്യ ഈശ്വരഗതിം ബുധ, ബുധന്മാർ ഇതൊക്കെ ഈശ്വരനാൽ നൽകപ്പെട്ടതാണ്, വിധിയാണ്. എന്തു വന്നാലും അതിനെ അനുഭവിക്കാനുള്ള കരുത്തുണ്ടാക്കിക്കണം. എന്താ വരുന്നതെന്ന് വന്നു കഴിഞ്ഞാൽ അറിയൂ. വിധികളൊന്നും നേരത്തെ നിശ്ചയിക്കാൻ പറ്റില്ല എന്താണ് വരുന്നതെന്ന്. വന്നു ചേരുന്ന വിധികളൊക്കെ സ്വയം അനുഭവിക്കുകയാണ് വേണ്ടത്. അതെങ്ങനെ വന്നു, അതെന്തിനു വന്നു, ഇതിങ്ങനെയല്ലേ, ഇതെൻ്റെ അച്ഛനല്ലേ, ഇതെൻ്റെ അമ്മയല്ലേ, ഇതൊന്നുമല്ല വിചാരം വേണ്ടത്. ഇതൊക്കെ വിധിപൂർവം ഒരു കുടുംബത്തിൽ, ജീവിതത്തിൽ വന്നു ചേരാവുന്നതാണ്. അതൊക്കെ അനുഭവിക്കാനുള്ള കരുത്തുണ്ടാക്കിയെടുക്കുക, ഇതാണ് വേണ്ടത്. പരിദുഷ്യത്തതസ്താദാം താവൻ മാത്രേണ പൂരുഷാം ദൈവോപസാദിതം യാവത് ഈക്ഷ്യേശ്വരഗതിം ബുധാം. ഹേ താത, ബുധപൂരുഷ ദൈവോപസാദിതം ഈശ്വരഗതിം വീക്ഷ്യാം താവൻ മാത്രേണ പരിദുഷ്യേത്. പരിദുഷ്യത്തതസ്താദ താവൻ മാത്രേണ പൂരുഷാം ദൈവോപസാദിതം യാവത് ഈക്ഷ്യേശ്വരഗതിം ബുധാം. പരിദുഷ്യത്തതസ്താദാം താവൻ മാത്രേണ പൂരുഷാം ദൈവോപസാദിതം യാവത് ഈക്ഷ്യേശ്വരഗതിം ബുധാം. അഥ മാത്രോപദിഷ്ടേനാം യോഗേന അവരുരുത്സസി യത് പ്രസാദം സവൈ പുംസാം ദുരാരാധ്യോ മതോ മമാം. അഥ അതുകൊണ്ട് മാത്രാ ഉപദിഷ്ടേന, അമ്മയാൽ ഉപദേശിച്ച, യോഗേന യോഗമെന്ന വഴിയിലൂടെ, അവരുരുത്സസി നീ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അവരോത്തും ഇച്ഛസി അവരുരുത്സസി എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ, യത് പ്രസാദം യാതൊരു പ്രസാദമാണോ, സവൈ പുംസാം അത് മനുഷ്യർക്ക് ദുരാരാധ്യോ മതവുമ ആരാധിക്കാൻ അത്ര എളുപ്പമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പ്രാരബ്ധം അനുഭവിക്കാം, അതിനെ അതിക്രമിക്കണമെന്നാണ് നിന്റെ അമ്മ നിനക്ക് ഉപദേശിച്ചു തന്ന, അതിനുള്ള ഉപായവും തന്നു, തപസ് കൊണ്ട് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തണം എന്ന്. അതിനാണ് നീ ആഗ്രഹിക്കുന്നെങ്കിൽ അത് കൊള്ളാം. പക്ഷേ അതൊരു ശരിയായ മാർഗവുമാണ്. പക്ഷേ ഈശ്വരനെ ആരാധിച്ച് സന്തോഷിപ്പിക്കാൻ, തപസ് കൊണ്ട് സന്തോഷിപ്പിക്കാൻ
അത്ര എളുപ്പമാണെന്ന് വിചാരിക്കണ്ട. മനുഷ്യർക്ക് സാധിക്കാൻ ഏറ്റവും പ്രയാസമുള്ള പ്രവൃത്തിയാണ് ഈ തപസ് എന്നാണ് എൻ്റെ അഭിപ്രായം. അഥമാത്രോപദിഷ്ടേന യോഗേന അവരുത്സി യത് പ്രസാദം സവൈ പുംസാം ദുരാരാധ്യോ മതോ മമാം. അഥ മാത്ര ഉപദിഷ്ടേന യോഗേന യത് പ്രസാദം അവരുത്സി സ പുംസാം ദുരാരാധ്യ മേ മതഃ. അഥമാത്രോപദിഷ്ടേന യോഗേനാവരുത്സി യത് പ്രസാദം സവൈ പുംസാം ദുരാരാധ്യോ മതോ മമാം. അഥമാത്രോപദിഷ്ടേന യോഗേനാവരുത്സി യത് പ്രസാദം സവൈ പുംസാം ദുരാരാധ്യോ മതോ മമാം. മുനയ പദവിം യസ്യ നിസ്സംഗേന ഒരു ജന്മഭി ന വിദുർ മൃഗയന്തോപി പ്രയോഗസമാധിനാം. മുനേഹ മുനിമാർ യസ്യ പദവി യാതൊരു ഭഗവാന്റെ മാർഗത്തെ നിസ്സംഗേന ഒരു ജന്മഭി ഭംഗമില്ലാത്ത ഉരുവായ വലിയ ജന്മം കൊണ്ട് നവിദു അറിയാൻ പറ്റുന്നില്ല, മൃഗയന്തോപി അന്വേഷിച്ചിട്ടും തീവ്രയോഗസമാധിന തീവ്രമായ യോഗസമാധി കൊണ്ട് അന്വേഷിച്ചിട്ടും അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മഹർഷിമാരെ എല്ലാ വിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിച്ച് അഷ്ടാംഗയോഗം അനുഷ്ഠിച്ച് അതിൻ്റെ സമാധി കൊണ്ട് ബ്രഹ്മമെന്ന ശരിയായ മാർഗത്തെ കണ്ടുപിടിക്കാൻ എത്രകാലം പരിശ്രമിച്ചിട്ടും പല പല ജന്മങ്ങൾ കൊണ്ടും അറിയാൻ അവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ബാലനായ നീ ഈശ്വരനെ തപസ് കൊണ്ട് ആരാധിച്ച് പ്രസാദിപ്പിക്കുക എന്നുള്ളതിൻ്റെ പരിശ്രമം അത്ര സുഖരമല്ല, ദുഷ്കരം തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. മുനയ പദവിയും വിഫ്യ നിസ്സംഗേനോരു ജന്മഭീം നവിദുർ മൃഗേന്തോ വീതി പ്രയോഗസമാധിനാം. നിസ്സംഗേന തീവ്രയോഗസമാധിനാം മൃഗയന്തഃ മുനേഃ പുരുജന്മഭിः യസ്യ പദവീം ന വിദുഃ. മുനയ പദവീം യസ്യ നിസ്സംഗേന ഒരു ജന്മഭിः ന വിദുർ മൃഗയന്തോ വീതി പ്രയോഗസമാധിനാം. മുനയ പദവീം യസ്യ നിസ്സംഗേന ഒരു ജന്മഭിः ന വിദുർ മൃഗയന്തോ വീതി പ്രയോഗസമാധിനാം. അതോ നിവർത്തതാമേഷാം നിർബന്ധസ്തവ നിഷ്ഫലാം പതിഷ്യതി ഭവാൻ കാലേ ശ്രേയസാം സമുപസ്ഥിതേ. അത അതുകൊണ്ട് നിവർത്തതാം പിന്തിരി ഏഷ തവ നിർബന്ധ നിന്റെ ഈ നിർബന്ധം നിഷ്ഫല ഇപ്പോൾ ഫലിക്കാൻ വിഷമ. ഈ സിദ്ധാന്തത്തിൽ നിന്നും നിർബന്ധത്തിൽ നിന്നും നിനക്ക് ഫലപ്രദമായ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റില്ല. ശ്രേയസ്സുകളുടെ കാലം അടുത്തു വരുമ്പോൾ അവിടേക്ക് എത്താൻ പറ്റും. പതിഷ്യതി പതിക്കും ഭവാൻ അങ്ങ് കാലേ കാലത്ത് ശ്രേയസാം കാലേ സമുപസ്ഥ ശ്രേയസിന്റെ കാലം വന്നു ചേരുമ്പോൾ നിനക്കും ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. ഇപ്പം നീ ആയിട്ടില്ല, ബാലനാണ്, ബ്രഹ്മചര്യമേ ആയിട്ടുള്ളൂ. അത് പൂർത്തിയാക്കി ഗാർഹസ്ഥ്യം കഴിഞ്ഞ് പാനപ്രസ്ഥം കഴിഞ്ഞ് സന്യാസം കൊണ്ട് തപസ്സനുഷ്ഠിച്ച് ലക്ഷ്യത്തിലേക്ക് എത്താം. തപസ് അവർക്കാണ്, കുട്ടികൾക്കുള്ളതല്ല, യുവാക്കൾക്കുള്ളതും അല്ല. അതുകൊണ്ട് ഈ നിർബന്ധം തൽക്കാലം പിന്തിരിയൂ, ലക്ഷ്യത്തിലേക്ക് നിനക്ക് പിന്നെ പോകാൻ പറ്റും. അതോ നിവർത്തതാമേഷ നിർബന്ധസ്തവ നിഷ്ഫലാം പതിഷ്യതി ഭവാൻ കാലേ ശ്രേയസാം സമുപസ്ഥിതേ. അതഃ നിവർത്തതാം ഏഷ നിർബന്ധഃ തവ നിഷ്ഫലഃ ശ്രേയസാം കാലേ സമുപസ്ഥിതേ ഭവാൻ പതിഷ്യതി.
അതോ നിർവർത്തതാമേഷാ നിർബന്ധസ്തവ നിഷ്ഫലാം പതിഷ്യതി ഭവാൻ കാലേ ശ്രേയസംഭമുപസ്ഥിതേ. അതോ നിവർത്തതാമേഷാ നിർബന്ധസ്തവ നിഷ്ഫലാം പതിഷ്യതി ഭവാൻ കാലേ ശ്രേയസംഭമുപസ്ഥിതേ. യഫ്യേത് ദൈവവിഹിതം തദേന സുഖദുഃഖയോ ആത്മാനം തോഷയൻ ദേഹീതം സപ്പാരമക്ഷതി. യഫ്യ യാതൊരുവന് യത് യാതൊന്ന് ദൈവവിഹിതം വിധിയാൽ വിധിക്കപ്പെട്ടത് ഫഹ അത് തേന സുഖദുഃഖയോ സുഖദുഃഖങ്ങളിലെ നടുക്ക് മധ്യത്തിൽ അതിനാൽ അതുകൊണ്ട് ആത്മാനം ആത്മാവിനെ തോഷയൻ സന്തോഷിപ്പിക്കുന്നവനായിട്ട് ദേഹി മനുഷ്യൻ തമസപാരം ഉച്ചത് തമസാകുന്ന അന്ധകാരത്തിന്റെ മറുകര പ്രാപിക്കുക തന്നെ ചെയ്യും. ഈശ്വരനെ ആരാധിക്കാതെ ഇപ്പൊ അങ്ങ് പറയുന്ന പോലെ ഞാൻ വീട്ടിൽ ചെന്നെത്തി സ്വസ്ഥനായിട്ട് ഇരിക്കുന്നത് കൊണ്ട് എന്താണ് ഫലം എന്ന് വിചാരിച്ച് വിഷമിക്കണ്ട. അങ്ങ് പറയുന്നത് കേട്ട് ഞാൻ തിരിച്ചു പോക്കോളാം. പക്ഷെ ഞാൻ വീട്ടിൽ ചെന്ന് എന്ത് ചെയ്യും? ഫലപ്രാപ്തി എല്ലാവർക്കും പതുക്കെ ഉണ്ടാവുള്ളൂ. നീ ഇപ്പൊ തന്നെ പെട്ടെന്ന് ഇതിന്റെ ഫലം ഉദ്ദേശിച്ചിട്ടാണ് തപസ്സിന് പോകുന്നത്. അത് പതുക്കെ ഉണ്ടാവുള്ളൂ. വളരെ കഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഫലം ഉണ്ടാകൂ എന്നുള്ളത് ലോക സ്വഭാവമാണ്. ഏത് കർമ്മത്തിൻ്റെയും ഫലം തരുന്നത് പ്രാരബ്ധമായ കർമാനുഭവങ്ങളാണ്. അത് സുഖമോ ദുഃഖമോ ആയിരിക്കും. ജന്മജന്മാന്തരങ്ങൾ കൂടി സമ്പാദിച്ച് ചെയ്തു കൂട്ടുന്ന സത്കർമ്മങ്ങളുടെ ഫലം ഇപ്പോൾ പുണ്യമായും ദുഷ്കർമ്മങ്ങളുടെ ഫലം ഇപ്പോൾ പാപമായും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ഇതാണ് സുഖദുഃഖാനുഭവത്തിൻ്റെ യഥാർത്ഥമായ അവസ്ഥയെന്ന് അറിഞ്ഞിട്ട് മനസ്സിൽ ശാന്തി നേടാൻ ശ്രമിക്കണം. അഭ്യാസം കൊണ്ട് പതുക്കെ അന്ധകാരമാകുന്ന സംസാരത്തെ നിനക്ക് മറികടക്കണം. ഒരു ദിവസം കൊണ്ട് പറ്റില്ല. വള്ളക്കാലത്തെ പ്രയത്നം കൊണ്ടേ പറ്റുള്ളൂ. തൽക്കാലം പിന്തിരിയൂ. വീട്ടിൽ പോയിരുന്നും ഇത് ചെയ്യാം. വീട്ടിൽ പോയി എന്ത് ചെയ്യും എന്നല്ലേ വെച്ചാൽ അവിടെയും തപസ് ചെയ്യാം. അങ്ങനെ ചെയ്താൽ പാകമാകുമ്പോൾ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. യഫ്യേത് ദൈവവിഹിതം പതേന സുഖദുഃഖയോ ആത്മാനം തോഷയൻ ദേഹി തമസപ്പാരമക്ഷതി. യഫ്യ ദൈവവിഹിതം യത് തദേഹി സുഖദുഃഖയോ മധ്യേ തേന ആത്മാനം തോഷയൻ തമസപ്പാരം പൃച്ഛതി. യഫ്യേത് ദൈവവിഹിതം സ്വതേന സുഖദുഃഖയോ ആത്മാനം തോഷയൻ ദേഹി തമസപ്പാരമക്ഷതി. യഫ്യേത് ദൈവവിഹിതം സ്വതേന സുഖദുഃഖയോ ആത്മാനം തോഷയൻ ദേഹി തമസപ്പാരമക്ഷതി. ഗുണാധികാൻമുദം ലിപ്യേത് അനുക്രോശം ഗുണാഥമാത് മൈത്രീം സമാനാത് അന്വേച്ഛൻ താപേരാപ്യേ അഭിഭൂയതേ. ഗുണാധികാത് ഗുണം വർദ്ധിച്ചതുകൊണ്ട് മുദം സന്തോഷത്തെയും ഗുണ അഥമാ ഗുണം കുറഞ്ഞു പോയാൽ അതുകൊണ്ട് അനുക്രോശത്തെയും അനുകമ്പയെയും സമാനാത് ഒരുപോലെയുള്ളവരിൽ നിന്ന് മൈത്രിയും സ്നേഹത്തെയും അന്വേഷിച്ച് സമ്പാദിക്കണം. തപസ്സുകൊണ്ട് താപൈഹി ന അഭിഭൂയതയെ പീഡിപ്പിക്കപ്പെടുന്നില്ല.
അപ്പൊ പിന്നെ എന്താണ് ഈ തപസ്? അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈശ്വര വിചാരത്തിനുള്ള വഴി? കേട്ടോളൂ. തന്നേക്കാൾ അധികം വിദ്യാധനം കുലമാഹാത്മ്യം ഉള്ള ആൾക്കാരെ കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ സന്തോഷിക്കണം. തന്നെക്കാൾ പഠിപ്പുള്ളവരെ, തന്നെക്കാൾ മിടുക്കരെ കാണുമ്പോൾ സന്തോഷിക്കണം. ഇന്ന് നേരെ തിരിച്ചാണ്. അവരെ കാണുമ്പോൾ അസൂയ ഉണ്ടാകും. എനിക്കിങ്ങനെ പറ്റുന്നില്ലല്ലോ എന്ന്. അവിടെയാണ് നമ്മുടെ ദോഷം. നാരദൻ അവിടെയാണ് കുഞ്ഞിന് ഉപദേശിച്ചു കൊടുക്കുന്നത്. നിനക്ക് ചെയ്യാൻ പറ്റുന്നേ നിനക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊരാളെ നോക്കി പഠിക്കുന്നത് അതല്ല. അതുപോലെ നിനക്ക് ചെയ്യാൻ പറ്റില്ല. ഗുണ അധികാത് മുതം ഗുണ അധമാത് അനുക്രോശം ച ലഭിക്കും. മൈത്രിയെയും സമാനാത് അന്വിച്ഛേത്. സമാനമായ തുല്യതയിൽ നിന്നേ മൈത്രിയും ഉണ്ടാക്കാൻ പറ്റും. താപൈഹി അഭിഭൂയത. തപസ്സുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നില്ല ഇതൊന്നും. ഇത്രയും മനസ്സിൽ വിചാരിച്ച് അസൂയപ്പെടാതെ ജീവിക്കാൻ പറ്റും. ഗുണമുള്ളവരെ കാണുമ്പോൾ സന്തോഷിക്കണം. ഗുണമില്ലാത്തവരെ കാണുമ്പോൾ അവരോട് ദയവുണ്ടാകണം, അനുകമ്പയുണ്ടാകണം. ഇങ്ങനെയുള്ള ഗുണങ്ങൾ ആർക്കുണ്ടോ അവൻ തൻ്റെ സുഹൃത്താണ്. അവനുമായി മൈത്രിയാവാം. ഇങ്ങനെ കുറേ കാലം പെരുമാറിയാൽ മാനാപമാനങ്ങളും അസൂയയും ബാധിക്കില്ല. അത് ബാധിക്കാത്ത അവസ്ഥ വരുമ്പോൾ അന്ന് തപസ്സിന് പോയാൽ മതി. ഇപ്പം നീ ഇതിലേക്ക് പോകേണ്ടതില്ല. ഗുണാധികാൻമുദം ലിപ്യേതനുക്രോശം ഗുണാധമാം മൈത്രീം സമാനാത് അന്വേച്ഛേന്നതാപേരഭിഭൂയതേ. ഗുണാധികാത് മുദം ഗുണാധമാത് അനുക്രോശം സമാനാത് മൈത്രീം അന്വേച്ഛേത് താപൈഹി ന അഭിഭൂയതേ. ഗുണാധികന്മുദം ലിപ്യേതനുക്രോശം ഗുണാധമാം മൈത്രീം സമാനാദന്വിച്ഛേന്നതാപേരഭിഭൂയതേ. ഗുണാധികന്മുദം ലിപ്യേതനുക്രോശം ഗുണാധമാത് മൈത്രീം സമാനാദന്വിച്ഛേന്നതാപേരഭിഭൂയതേ. ഇത്രയും പറഞ്ഞ് നാരദ മഹർഷി ഉപസംഹരിച്ചപ്പോൾ ആ ധ്രുവകുമാരൻ നാരദനോട് പറയുന്ന മറുപടിയാണ് അടുത്ത ഭാഗം. നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. നമ്മുടെ സമയം ഏതാണ്ട് അതിക്രമിച്ചിരിക്കുകയാണ്. ഉപസംഹാരത്തിന് ശേഷം സംശയമുള്ളവർക്ക് ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.